സംഗതി നീ പറഞ്ഞത് കൊള്ളാം, നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഐഡിയ തന്നെ. അതെ, പക്ഷെ സംഗതി നടക്കണം. നടക്കും, നടക്കായികയൊന്നുമില്ല. നീ ആ വാർത്ത ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇപ്പൊ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു. അല്ല, നീ വായിക്കുന്നോണ്ടാണ് എനിക്കൊരു സംശയം. ഇതേ പാലായിൽ എന്റെ തറവാട്ടിൽ അടിച്ചടിക്കുന്ന പത്രമല്ല, പിന്നെ ഇത് സർക്കാർ കൊടുത്ത വാർത്ത ഒരു പത്രത്തിൽ വന്നതാണ്. ഞങ്ങൾ വായിച്ചു. ഓ, നോക്കട്ടെ. നിപ്പ വൈറസ് ശ്രദ്ധിക്കുക. അതല്ല, അത് അപ്പുറത്ത് കിടപ്പുണ്ട്, അത് വായിച്ചു. ഓ, കേരളത്തിൽ അടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് ജോലിയും പ്രതിഫലവും. അത് കൊള്ളാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത്. നീ ഇടയ്ക്കിടയ്ക്ക് സത്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ? പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ ഐഡിയ എന്താ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത്? അല്ല, ഈ മാവോയിസ്റ്റും നമ്മളോട്ട് എന്താണ് ബന്ധം? കീഴടങ്ങണം. ആര് കീഴടങ്ങും? നീ കീഴടങ്ങും? ഞാൻ കീഴടങ്ങില്ല. പിന്നെ ഞാൻ അങ്ങനെ കീഴടങ്ങും. പിന്നെ ആര്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ട്, ചന്ദ്രനിൽ ആദ്യമായിട്ട് കയറ്റി വിട്ട ആരെയാണെന്ന് അറിയാമോ? ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത് നമ്മുടെ നീലാംസ്ട്രോങ് അല്ലേ? നമ്മളെ ആര്? നിന്റെ കുടുംബത്തിലുള്ള നീലാംസ്ട്രോങ്? നമ്മളെന്ന് പറയാം. നീലാംസ്ട്രോങ് അല്ലേ? എടേ, അത് ഒരു എലിയാണ് ആദ്യമായിട്ട് കയറ്റി വിട്ടത്. എലിയ? ആ, അത് പോയതിനു ശേഷമാണ് പിന്നെ ആൾക്കാർ ധൈര്യമായിട്ട് പോയി തുടങ്ങിയത്. നീ അതൊക്കെ വിറേ. നീ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ പറയാം. നമ്മുടെ എലി ഉണ്ടല്ലോ, എലി, നമ്മുടെ എലി, അതായത് നടരാജനെ നമ്മൾ ആദ്യം കീഴടങ്ങിപ്പിക്കും. നടരാജൻ പോയി കീഴടങ്ങി അവിടുത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, പൈസയും കിട്ടി, ജോലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കീഴടങ്ങും. നമ്മൾ നടരാജ മാവോയിസ്റ്റിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് കീഴടങ്ങാം. അത് കൊള്ളാം, ഐഡിയ കൊള്ളാം. അവനെ കണ്ട ഒരു മാവോയിസ്റ്റ് ലുക്കും ഉണ്ട്. പക്ഷെ എൻ്റെ വേറെ ടെൻഷൻ എന്താ അറിയാമോ, ഒരു പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ലതാ. ഒപ്പം ഒരു ജോലിയും കൂടെ തരണതേ. ആ ജോലി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതാർക്കെങ്കിലും മറിച്ചു കൊടുക്കുക അല്ലേ? അതിന് തന്നെ കിട്ടും. ആലേ ജോലി കിട്ടട്ടല്ലേ, സർക്കാർ ജോലിയല്ലേ, കിട്ടിയ ഇഷ്ടം പോലെ ലീവ് എടുത്തൂടെ നമുക്ക്. പിന്നെ 5 ലക്ഷം കിട്ടൂല്ലേ? 5 ലക്ഷം കിട്ടും. അത് ഗഡുക്കളായിട്ടാണ് തരുമെന്ന് പറഞ്ഞേക്കണേ. അതെ, എത്രയും പെട്ടെന്ന് നടരാജ മാവോയിസ്റ്റിനെ നമുക്ക് വെക്കണം. അതെ, ഞങ്ങളെ കുടുംബകാര്യമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. കുടുംബകാര്യം ചർച്ച ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നടരാജ മാവോയിസ്റ്റിനെ പൊക്കാനുള്ള പരിപാടികൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നമുക്കൊന്ന് നന്നാവല്ലോ. രക്ഷപ്പെടും നമ്മൾ ഇതോടുകൂടി. പിന്നെന്ത്, ഇത്രയും പോരെ ഒരാളിന് രക്ഷപ്പെടാനായിട്ട്? നീ പോയി നോക്കിയിട്ട് എന്നെ വിളിക്കുക, എനിക്ക് ഇച്ചിരി ജോലി ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ നോക്കി പോയിട്ട് എന്നെ വിളിക്കും. ഓക്കെ. എന്താ പേപ്പർ? അല്ല, ഇരുന്നോട്ടെ. വിശ്വാസം വന്നില്ലെങ്കിൽ ശരി. അപ്പൊ വായിച്ചോ, കുറച്ച് പ്രാവശ്യം കൂടെ വായിച്ചോ, വിശ്വാസം ആവട്ടെ. ഓക്കെ.